ഒരു ക്രീമി മലായി മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1/4 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാനായിട്ട് ഒന്നിട്ട് കൊടുക്കണം. അപ്പോൾ അതൊന്ന് മെൽറ്റായി വരാൻ ഒരു 7 മിനിറ്റ് എടുക്കും. അപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറിലേക്ക് പോവും. കളർ ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് തിളപ്പിച്ച 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പാലിനൊരു ബ്രൗൺ കളർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു കോഫി കളർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല തിളപ്പിച്ച പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. 2 കപ്പ് എന്ന് പറയുമ്പോൾ 500 ml, അതായത് 1 കപ്പ് 250 ml ആണ്. അങ്ങനെ 2 കപ്പ് 500 ml ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്കും വീണ്ടും കാരമലൈസ് ചെയ്ത പഞ്ചസാര ഒന്നുകൂടി കട്ടി പിടിക്കും. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതങ്ങ് വീണ്ടും ലൂസായി വരും. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 3 സ്പൂൺ മിൽക്ക് പൗഡറും എടുത്ത് വാം മിൽക്കിലോ അല്ലെങ്കിൽ വാം വാട്ടറിലോ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് കോൺഫ്ലവറും മിൽക്ക് പൗഡറുമാണ്. അപ്പോൾ മിൽക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കളർ മാറിയിട്ടുണ്ട്, കോഫി കളറായി വന്നിട്ടുണ്ട് നമ്മുടെ പാല്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതും ഒന്ന് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറും മിൽക്ക് പൗഡറും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അത് ഒന്ന് കുറുകാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നന്നായിട്ട് തിക്കായിട്ട് വരും. ഇതിനകത്തേക്ക് നമുക്ക് ഏലക്ക പൊടിയോ അല്ലെങ്കിൽ ഒരു 4-5 ഡ്രോപ്സ് സ്ട്രോബെറി എസൻസോ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ സ്ട്രോബെറി എസൻസാണ് കൊടുത്തിട്ടുള്ളത്. അതപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇപ്പം ബാറ്റർ നല്ല കുറുകി വന്നിട്ടുണ്ട്. കുറുകി തുടങ്ങി ഒന്ന് തിക്കാവുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റി മറ്റൊരു ബൗളിലേക്ക് പകർന്നൊഴിക്കാം. എന്നിട്ടിതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കണം. ഒരു 5 മിനിറ്റ് തണുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കയ്യിലുള്ളത് എന്താണോ അത് വിതറി കൊടുക്കാം. ഇപ്പം ഞാനിട്ടിരിക്കുന്നത് ബദാമും കാഷ്യൂസുമാണ്. പിസ്ത ഉള്ളവർക്കും പിന്നെ ആൽമണ്ട് ഉള്ളവർക്കും ഒക്കെ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ തണുക്കാനായിട്ട് വെക്കണം. ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറോളം തണുക്കാനായിട്ട് വെക്കണം. അപ്പം ഞാൻ തണുക്കാനായിട്ട് വെച്ചു, കുറച്ച് നേരം വെച്ചുള്ളൂ. എനിക്ക് പുഡിങ്ങായിട്ട് എടുക്കുന്നതിനേക്കാളും ഇഷ്ടം ഇതൊരു ഡെസേർട്ട് പരുവത്തിൽ എടുക്കുന്നതാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചെടുക്കുന്നുണ്ട്. ഡെസേർട്ടായിട്ട് എടുക്കണമെങ്കിൽ കുറച്ച് ലൂസായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ സെറ്റാവും മുമ്പ് കുറച്ചെടുക്കുന്നത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് പുഡിങ്ങിനായിട്ട് കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിൽ സെറ്റാവാൻ വയ്ക്കാം. ഇതിപ്പോൾ ലൂസ് പരുവത്തിൽ ഡെസേർട്ടിന് വേണ്ടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഡെസേർട്ട് കഴിക്കുമ്പോൾ കുറച്ച് ലൂസായിരിക്കും. പുഡിങ് ആകുമ്പോൾ കുറച്ച് തിക്കായിട്ടിരിക്കും. അതിനി വീണ്ടും കുറച്ച് നേരം കൂടെ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു നല്ല മിൽക്ക് ഐസ്ക്രീം കുടിക്കുന്നൊരു ടേസ്റ്റാണ്. ഇനി ബാക്കിയുള്ളത് വീണ്ടും ഒന്ന് പുഡിങ്ങിന് സെറ്റാക്കാൻ വെക്കുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് തണുത്ത് പുഡിങ്ങിൻ്റെ സ്റ്റൈലായിട്ടുണ്ട്. ഇനി നമുക്കിത് പുഡിങ് സ്റ്റൈലിൽ ഒന്ന് കഴിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ അതിങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയാൽ ലൂസാക്കി കഴിക്കണമെങ്കിൽ ഡെസേർട്ടായിട്ട് കൊടുക്കാം, പിന്നെ ബാക്കി വരുന്നത് പുഡിങ്ങായിട്ടും വെക്കാം. അങ്ങനെ 2 in 1 ആണിതിപ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയും തേങ്ങയും ഒക്കെ വാങ്ങിച്ച എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനും ഭേദം ഇതൊക്കെയാണ് നല്ലത്. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.